ഗൈസ്, എലിപ്പട്ടി വെച്ച് മീനെ പിടിക്കാൻ കഴിയൂ? അതറിയില്ലെങ്കിലും ഇത് വെച്ചൊരു ക്യാച്ച് ഇന്ന് നടത്താൻ പോവാണ് കേട്ടോ. കാറിൽ നിന്ന് പാട്ടിട്ടപ്പോ സബിന്റെ ഒരു അനക്കവും കേൾക്കാനില്ല. വെറുതെ ഡിക്കി ഒന്ന് തുറന്നു നോക്കിയപ്പോ നമ്മുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. കാറിന്റെ ഡിക്കിയാകെ എലിപ്പുളുക്കയും വേസ്റ്റുമായിട്ട് ഒരു തൊഴുമ്പ് തന്നെയാണ്. സംഭവം എവിടെ നിന്നോ ഒരു കുരുത്തം കെട്ട എലി ഇതിന്റെ അകത്ത് കയറി പറ്റിയിട്ടുണ്ട്. എത്രയും വേഗം ഇവനെ പുറത്തിയടിച്ചില്ലെങ്കിൽ കാറിന്റെ അടുത്തറ വരെ ഇവൻ അരിഞ്ഞു കളയും. ഒട്ടും സമയം കളയാതെ വണ്ടി എടുത്തുകൊണ്ട് കടയിൽ പോയി നല്ലൊരു എലിപ്പട്ടി വാങ്ങി അതും കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ പിടിക്കുന്ന പോലെ ഇവിടെ നെത്തോലിയാണ് ഇരയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കുറച്ച് നെത്തോലി എടുത്ത് നൂല് കൊണ്ട് വരിഞ്ഞു കെട്ടി അതിനെടുത്ത് നേരെ എലിപ്പട്ടിയുടെ ഉള്ളിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നമ്മൾ നേരെ വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെയുള്ള ഇവരുടെ ഈ മണപ്പിക്കൽ കണ്ടപ്പോ തന്നെ നമുക്ക് ഏകദേശം കാര്യം പിടിയിട്ടിട്ടുണ്ട്. ഡിക്കി ഒന്ന് തുറന്നു നോക്കിയപ്പോ ദാ വീണ് കിടക്കുന്നു നമ്മുടെ സ്പീക്കറിന് പണി തന്ന കുരുത്തം കെട്ട എലിക്കുട്ടൻ. നമുക്ക് ഇത്രയും വലിയ നഷ്ടമുണ്ടാക്കിയ ഇവനെ ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം കേട്ടോ. ഒന്നും നോക്കാതെ ആശാനെ കൂടോടെ കൈയോടെ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ഇവൻ ഇനി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. മണ്ണിരകളെയും കിളച്ചുകൂട്ടി ചൂണ്ടയ്ക്ക് പോകുന്ന വഴി നമ്മൾ ഇവനെ നാട് കടത്താൻ പോവുകയാണ്. ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് എലിപ്പട്ടി എടുത്തു വെച്ച് നമ്മൾ നേരെ ഇവനെയും കൊണ്ട് ഫിഷിംഗ് സ്പോട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. വീടുകളും സ്ഥാപനങ്ങളും ഇല്ലാത്ത ഈ ഒരു ഏരിയയിലേക്ക് തുറന്നു വിട്ടാൽ ആർക്കും ഇവരെയും കൊണ്ടൊരു ശല്യമില്ല, ആരെയും കൊണ്ടും ഇവനും ഒരു ശല്യമില്ല. പക്ഷേ മറക്കാൻ പറ്റാത്ത ആരെങ്കിലും കാത്തിരിപ്പുണ്ടെങ്കിൽ ഇവൻ തിരിച്ചോടി എത്തുമോ എന്ന് ചെറിയൊരു ഭയം ഉള്ളിലുണ്ട് കേട്ടോ.